ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു കുട്ടി ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചായ കുടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചത്. അപ്പോൾ അതുകൊണ്ട് ചായ കുടിയെല്ലാം കഴിഞ്ഞ് പാത്രം കഴുകുന്ന സമയത്താണ് ഒന്ന് വീഡിയോ എടുക്കാമല്ലോ, വൈകിട്ടത്തെ കുറച്ച് കാര്യങ്ങൾ, റാൻഡമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തൊരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ്. ഇതിൽ പല ക്ലിപ്സും ഏതൊക്കെയാണെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം മറന്നു പോയിട്ടുണ്ട്. അപ്പം ചായ കുടിയെല്ലാം കഴിഞ്ഞ് കുറച്ച് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മത്തി ഈ പൊടിയായിട്ടുള്ള മത്തി അതാണ് വാങ്ങിച്ചത്. അപ്പോൾ അതൊന്ന് വെച്ചിട്ട് കുളിക്കാം എന്നുള്ള പ്ലാനിലാണ് ഞാൻ നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ തലയിൽ എണ്ണയൊക്കെ വെച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എണ്ണ വെച്ച് എന്തായാലും ഒരു അരമണിക്കൂർ കഴിയണമല്ലോ നമുക്ക് കുളിക്കാനായിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് മീനെല്ലാം ഒന്ന് വെച്ചിട്ട് കുളിക്കുകയാണെങ്കിലല്ലേ, പിന്നെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും മീൻ നന്നാക്കാനൊക്കെ നിന്ന് കഴിയുമ്പോഴത്തേനും ഭയങ്കര എന്താ പറയുക, എനിക്കത് അത്ര അങ്ങോട്ട് ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും സമയമുണ്ട്, എന്നാൽ മീൻ വെട്ടി വെക്കാമെന്ന് വിചാരിച്ചു. മീൻ വെട്ടാൻ നിന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറേ അധികം സമയം എടുക്കുന്ന പരിപാടിയാണെന്ന് വെച്ചാൽ ഭയങ്കര പൊടി മീൻ, നമ്മുടെ നെത്തോലിയൊക്കെ ഇല്ലേ ആ ഒരു സൈസുള്ള മത്തി. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ചെറിയ മത്തി കാണുന്നത്. അപ്പോൾ മത്തി മേടിക്കട്ടെ എന്ന് എൻ്റെ അടുത്ത് ഫോണിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ഓക്കെ വാങ്ങിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഇത്രയും പൊടി മത്തിയാണ് വാങ്ങിച്ചുകൊണ്ട് വരുന്നതെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരു അരമണിക്കൂറും കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് 1.5 മണിക്കൂറെങ്ങാണ്ട് എടുത്തിരിക്കും ഒന്ന് വെട്ടി മൊത്തം ക്ലീനാക്കി എടുക്കാനായിട്ട്. എന്തായാലും പിന്നെ മേടിച്ചുകൊണ്ട് വന്ന സ്ഥിതിക്ക് നമുക്ക് വെക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അവിടെ നിന്ന് അങ്ങ് ക്ലീൻ ചെയ്തു. ഇതിപ്പം ഞാൻ എപ്പോൾ തുടങ്ങിയതാണ്, ഞാൻ ജോലി കഴിഞ്ഞ് വന്ന അന്നേരം ഒരു ചായ കുടിച്ച സമയത്ത് തുടങ്ങിയതാണ്. പിന്നെ രാത്രിയിൽ എപ്പോഴെങ്കിലും ഞാൻ കുളിക്കാൻ പോകുന്നു. അത്രയും സമയം ഈ മീനും വെട്ടി അവിടെ ഞാൻ നിന്ന് അങ്ങനെ കുറേ സമയം എടുത്ത് എന്തായാലും ഇത് വെട്ടിക്കൂട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ മീൻ പീരയൊക്കെ വെക്കാനാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഇവിടെ മീൻ പീരൊന്നും ആരും കൂട്ടില്ല. മീൻ ഫ്രൈ മതി എന്ന് പറഞ്ഞിട്ട് ഫ്രൈ വെക്കാൻ ഉള്ള പ്ലാനാണുള്ളത്. അതിനിടയ്ക്ക് അമ്പാടി അവിടെ വന്നിരുന്ന് എന്നെ ദേഷ്യം വിളിപ്പിക്കാനാണ്, എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും നീ ഒരു പണിയില്ലാതെ വെറുതെ ഇരിക്കില്ല, എന്നാൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അമ്പാടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ വന്ന് കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തു കേട്ടോ. പക്ഷെ അതൊന്നും വീഡിയോയിൽ ഇടണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ പോർഷൻസൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഇത്രയും പൊടി മീനായതുകൊണ്ട് ഈ ചെതുമ്പൽ കളയാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഉപ്പിട്ടിട്ട് നല്ലപോലെ 2-3 തവണ ഇങ്ങനെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പിട്ട് കഴുകുമ്പോഴേക്കും അതിൻ്റെ ചെതുമ്പലൊക്കെ പോയി നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ കഴുകി എടുത്ത് വെച്ചിട്ട് ഇനി കുളി കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. കുരുമുളക് പൊടി തീർന്നുകൊണ്ട് ഞാൻ പച്ച കുരുമുളക് അരച്ചിട്ടാണ് കേട്ടോ കറി വയ്ക്കേണ്ടത്. പച്ച കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, കറിവേപ്പില, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ പേസ്റ്റാക്കിയിട്ട് മീനിൽ പുരട്ടി കുറച്ച് നേരം വയ്ക്കും. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കും. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓരോന്ന് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ക്രഷ് ചെയ്യാനായിട്ട് എൻ്റെ എല്ലാം ഇടികല്ലില്ലാത്തതുകൊണ്ട് ഞാൻ ഉണ്ടല്ലോ മിക്സിയിലാണ് കേട്ടോ ഇത് ഇങ്ങനെ ക്രഷ് ചെയ്ത് എടുക്കുന്നത്. പക്ഷേ ഇതിൽ ക്രഷ് ചെയ്താലും അത്ര പെർഫെക്റ്റായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മൾ ആ ഇടികല്ല് വെച്ചിട്ട് അങ്ങനെ ഇടിച്ച് ചതച്ചെടുക്കുമല്ലോ, അതാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം കേട്ടോ. ഞാൻ ഇങ്ങനെ ചതച്ചെടുത്തിട്ടാണ് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ചേർക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ എണ്ണയിൽ അതൊക്കെ മുരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു പ്രത്യേക സ്മെല്ലും നല്ല ഫ്ലേവറുമാണ്. ഒരുപാട് ഇങ്ങനെ പേസ്റ്റാക്കിയിട്ട് ഇടുന്നതിനെക്കാട്ടിലും എനിക്കതാണ് കേട്ടോ കുറച്ചും കൂടെ ഇഷ്ടം. ഇതിനിടയ്ക്ക് നമ്മുടെ ഗുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഹെയർ കെയർ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ എടുത്തിട്ടുള്ള ക്ലിപ്സാണ് കേട്ടോ. അപ്പോൾ ഹെയർ കെയറിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. മീനൊക്കെ റെഡിയായി ഫുഡ് കഴിച്ച് പകുതി ആയപ്പോഴാണ് വീഡിയോ എടുക്കുന്നതിന് ഞാൻ ഓർത്തത് കേട്ടോ. അതിൻ്റെ ചെറിയൊരു ക്ലിപ്പേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.